നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പ്ലാച്ചിമടയിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇരകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ ഇടപെടുമെന്നും കെ കൃഷ്ണൻകുട്ടി. പുതിയ തലമുറകളെ കൂടി കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പി സുമോദ് MLA. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഏകോപിപ്പിക്കണമെന്നും പി സുമോദ്. കാറിൽ കടത്തിയ കഞ്ചാവും MDMA-യും പിടികൂടിയ സംഭവം. പ്രതികൾ റിമാൻഡിൽ. 2 കിലോ കഞ്ചാവും 110 ഗ്രാം MDMA-യുമാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. മഴയ്ക്ക് ശമനമില്ല. ബംഗൽ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 5 ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധങ്ങളുടെ ദിനം. ടോൾ പിരിവിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കരാർ കമ്പനി. DYFI, കേരള കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഞായറാഴ്ച CPI BJP പ്രതിഷേധം, CPIM പ്രതിഷേധം തിങ്കളാഴ്ച. വാർത്തകൾ വിശദമായി. പ്ലാച്ചിമട ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇരകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർക്ക് ജോലി കിട്ടണം, അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളതിന് നഷ്ടപരിഹാരത്തിൻ്റെ കേസിലൊന്നും ഇടപെട്ടില്ല. ആ സ്ഥലം സർക്കാരിനെ അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് വേണ്ട പറയുന്നത് ശരിയില്ല. അതിലിപ്പോൾ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തുകാർക്ക് കൊടുത്തിട്ട് ആ പഞ്ചായത്തുകാർ ഇവർക്ക് എല്ലാ വീട്ടിലും തൊഴിലവസരം കിട്ടാനും സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അതേപോലെ ഫാം സ്കൂൾ നടത്താനുമാണ് പ്രപ്പോസലാണ് ഇപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത്. അത് കിട്ടിയാൽ അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ അവിടെ സമരം ചെയ്യുന്നതൊന്നും അവിടുത്തുകാരല്ല കേട്ടോ. ഈ നഷ്ടപരിഹാരം കിട്ടുമോ എന്നൊരു ആശങ്ക ഇല്ല, അത് കോടതിയിലല്ലേ ചെയ്യുന്നത്. അതിനൊന്നും നമ്മളെതിരായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. കോടതിയിൽ അതിനെതിരായിട്ടുള്ള കേസിലോ ഒന്നും നമ്മൾ ഇടപെട്ടിട്ടില്ല. തീർച്ചയായും അത് അതിൻ്റെ പാട്ടിൽ പൊക്കോട്ടെ. ഇത് അതവിടെ അത് കോടതിയിലില്ലേ, കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളില്ലേ, അതിൽ ഇടപെടാം. ഇവർക്കും ഇടപെടാലോ, ഇവരിടപെടുന്നത്. ഇല്ല, അത് നഷ്ടപരിഹാരവും ഇതുമായിട്ട് ബന്ധമില്ല. അവർ വലിയ കമ്പനിയല്ലേ, ഇവിടെ മാത്രമല്ലല്ലോ. ഇപ്പം അവിടെ അടിയന്തരമായി നമ്മൾ എത്ര കൊല്ലമായി അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? ഇതിനെ ബന്ധപ്പെട്ടവർക്ക് എഫക്റ്റ് ചെയ്തവർക്കൊരു ആനുകൂല്യം കിട്ടണ്ടേ? അതിപ്പോൾ തൽക്കാലം കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ലാഭത്തിൽ ഒരു വിഹിതം പോലും അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. ആ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെറിയ അങ്ങനെയാണ് ഉദ്ദേശം. ഇപ്പോൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ വരുന്നേ ഉള്ളൂ. ഉദ്ദേശം അതാണ്. അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുക, അഫക്റ്റ് ചെയ്ത ആളുകളുടെ കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നടത്തേണ്ടത്. തീർച്ചയായും ആരാണ് കുറ്റക്കാർ പറഞ്ഞാൽ അവർക്കെതിരായ ശക്തമായ നടപടി 2 സ്ഥലത്തും വന്നിട്ടുണ്ടായിട്ട് 2 സ്ഥലത്തും ചെയർമാൻ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടി അതിനനുസരിച്ച്. പ്ലാച്ചിമട വിഷയത്തിൽ പ്രതിഷേധം നടത്തുന്നവർ പ്ലാച്ചിമടയിൽ ഉള്ളവരല്ലെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. KICB ലൈൻ തട്ടി മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും പന്നിയങ്കര ടോളിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ സർക്കാർ ഇടപെടുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പുതിയ തലമുറകളെ കൂടി കാർഷിക മേഖലയ്ക്ക് ആകർഷിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പി സുമോദ് MLA. കർഷക സഭ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായുള്ള കിസാൻ മേളയുടെ ഉദ്ഘാടനം വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിവിധ മണ്ഡലങ്ങളിലുമെല്ലാം പൊതുവായും ഈ മേഖലയിൽ കർഷകരുടെ പ്രാധാന്യവും കാർഷിക രീതികളും ഈ സമയത്തിൻ്റെ പ്രാധാന്യം, ഞാറ്റുവേല ഈ സമയത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രോഗ്രാമുകൾ നടന്നു വരികയാണ്. ഇവിടെ കിസാൻ മേളയാണ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നമ്മുടെ ഈ താലൂക്കിൽ ഉള്ള ആലത്തൂർ MLA കൂടിയായ പ്രിയപ്പെട്ട ശ്രീ KD പ്രസേനൻ ഇവിടെ ഞാറ്റുവേല ചന്തയുടെ കർഷക സഭയുടെ ഉദ്ഘാടനം ഉൾപ്പെടെ നടത്താൻ വേണ്ടി പോകും. സ്വാഭാവികമായും ഇവിടെ കാർഷിക മേഖലയിൽ നാളിതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളാകെ ഒരു കുടക്കീഴിൽ ഏകോപിച്ചുകൊണ്ട് സുരക്ഷിത ഭക്ഷണം, മെച്ചപ്പെട്ട ആരോഗ്യം, പരിസ്ഥിതി സൗഹൃദം എന്നിവയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ജൈവ കാർഷിക മിഷൻ.
ആ നിലയിൽ ഉള്ള പദ്ധതിയുടെ കൂടി ഭാഗമായി വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, പുതുക്കോട്, കണ്ണമ്പ്ര പഞ്ചായത്തുകളിൽ ഉള്ള കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ഈ സഭ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ട് ഏകോപനം നടത്തിയാൽ കാർഷിക മികവിന് ആക്കം കൂട്ടുമെന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പോൾസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ശ്രീകല, പഞ്ചായത്ത് അംഗം സുമിത ഷഹീർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TG റാണി, കൃഷി ഓഫീസർ KR ജ്യോതി എന്നിവർ സംസാരിച്ചു. കാറിൽ കടത്തിയ കഞ്ചാവും MDMAയും പിടികൂടിയ സംഭവം പ്രതികളെ റിമാൻഡ് ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും MDMAയും പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് അഴീക്കൽ സ്വദേശി മുഹമ്മദ് ബഷീർ, ചെർപ്പുളശ്ശേരി എലിയമ്പറ്റ സ്വദേശികളായ 25 വയസ്സുള്ള മുഹമ്മദ് ജൌഫർ, 27 വയസ്സുള്ള സെയ്ദ് അലവി എന്നിവരെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാറിൽ 2 കിലോഗ്രാം കഞ്ചാവും 110 ഗ്രാം MDMAയും കടത്തുന്നതിനിടെ പോലീസ് പിന്തുടർന്ന അതിസാഹസികമായാണ് വാണിയമ്പാറ മേലച്ചുങ്കത്ത് വെച്ച് പിടികൂടിയത്. പോലീസ് പിന്തുടരുന്നതിനിടെ മറ്റൊരു പോലീസ് ജീപ്പ് ഇട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ജീപ്പും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ലൈൻ ട്രാഫിക് SI മോഹൻദാസിന് പരിക്കേറ്റിരുന്നു. മഴയ്ക്ക് ശമനമില്ല. മംഗലം ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ മംഗലം ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 2 ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറന്നിരുന്നു. ഡാമിന്റെ 1, 2, 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവും 4, 5 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിരിക്കുന്നത്. ആകെ 6 ഷട്ടറുകളാണ് മംഗലം ഡാമിലുള്ളത്. 77.88 മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള ഡാമിൽ ഇപ്പോൾ 76.80 മീറ്റർ വെള്ളമുണ്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധങ്ങളുടെ ദിനം. ടോൾ പിരിവിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ടോൾ കമ്പനി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ശനിയാഴ്ച DYFIയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. ടോൾ കമ്പനി അധികൃതരെ കണ്ട് നിവേദനവും സമർപ്പിച്ചു. ടോൾ പിരിവ് തുടർന്നാൽ ഞായറാഴ്ച രാത്രി മുതൽ സമരം നടത്തുമെന്ന് DYFI നേതാക്കൾ അറിയിച്ചു. ടോൾ പിരിവിനെതിരെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും സമരം സംഘടിപ്പിച്ചു. ഞായറാഴ്ച CPIയും BJPയും സമരം നടത്തും. തിങ്കളാഴ്ച CPIഎമ്മും വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നതിനെതിരെ DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ DYFI വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് ടോൾ കമ്പനി അധികൃതരെ ഉപരോധിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു. ടോൾ പിരിവിനെതിരെ ഞായറാഴ്ച രാത്രി 10-ന് പ്രക്ഷോഭം നടത്തുമെന്ന് DYFI ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച നടന്ന പ്രതിഷേധം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം S ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. P വിനീത് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി K ശ്രീജിത്ത്, U അഷ്റഫ്, S സ്വരൂപ്, S കിരൺ, PC പ്രതീഷ് എന്നിവർ സംസാരിച്ചു. നമ്മളൊരു നിവേദനം ഇന്ന് DYFI ബ്ലോക്ക് കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അടുത്ത മാസം ജൂലൈ മാസം 1-ാം തീയതി മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തയാണ്. അതോറിറ്റിയും അതുതന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മാന്യമായിട്ടുള്ള ഒരു സമീപനം എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതെല്ലാം എടുത്തപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ DYFI ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ വിശദമായിട്ടൊരു നിവേദനം പ്രദേശവാസികളെ എത്രമാത്രം ബാധിക്കും, പ്രത്യേകിച്ച് ഓട്ടോ, ടാക്സി, സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ അതിന് ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കാം, ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഇതിൻ്റെ അധികാരികൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും DYFI നാളെ അർദ്ധരാത്രി മുതൽ ഇവിടെ സമരത്തിന് വരികയാണ്. മറ്റു വാർത്തകളിലേക്ക്. പന്നിയങ്കരയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് എം പ്രതിഷേധം. യാത്രാ സൗകര്യം അനുവദിക്കുക. പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യം അനുവദിക്കുക.
പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജൂലൈ 1 മുതൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യ യാത്ര നിഷേധിക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തി. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ടോൾ പ്ലാസ അധികൃതർക്ക് നിവേദനവും സമർപ്പിച്ചു. കേരള കോൺഗ്രസ് എം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുശലകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നിർത്തുന്നതിനെതിരെ വ്യാപകമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനാപരമായും വ്യാപാര വ്യവസായ മേഖലകളിലുള്ള ഒട്ടനവധി പിന്നോക്ക ജനവിഭാഗം, ദളിത് ജനവിഭാഗം, അങ്ങനെ സാമുദായിക സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നീതി പാലിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നീതി പാലിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇന്ന് ഞാൻ ഈ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ തന്നെ ചെയർമാനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിലേക്ക് പോവുകയാണ്. ആ വിഷയം ടേക്ക് ഓഫ് കേരള കോൺഗ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ അയച്ചു തരും. തീർച്ചയായും രാജ്യസഭയിലും അത് പാർലമെൻറ്റിലും തീർച്ചയായും അത് അവതരിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചു വയ്ക്കണം. അത് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെയുള്ള അവർ ഉണ്ടാക്കിയെടുക്കാവുന്ന, അവർ നടപ്പിലാക്കേണ്ട ആവശ്യകത അത് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറിമാരായ തോമസ് ജോൺ കാരുവള്ളി, ജോസ് വടക്കേക്കര, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടൈറ്റസ് ജോസഫ്, തൃശൂർ ജില്ലാ സെക്രട്ടറി ബേബി നെല്ലിക്കുഴി എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കഞ്ചേരി, ആലത്തൂർ, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അവർക്ക് ഓരോ സ്ഥലത്തും ഓരോ നയമാണ്. ഇവിടെ തന്നെ എല്ലാ ടോളിലും ഒരുപോലെ. അപ്പൊ ഇവിടെ സമീപവാസികൾക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കേണ്ട ബാധ്യത ഈ കമ്പനിയാണ്. അത് നമ്മൾ സമരം നടത്തുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ സമീപവാസികൾ ഈ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ സമരം. അല്ലാതെ ഇത് കോൺഗ്രസ് മുന്നിലെടുത്ത് നമ്മുടെ നേതൃത്വ സമരം നടത്തുന്നതല്ലാതെ ഇതെല്ലാം ഇവിടുത്തെ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സമരമാണ്. ഇത് പ്രതീകമായ സമരമാണ്. നമ്മൾ ഒരു കാരണവശാലത്തിനകത്ത് ആരെയും പറയുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ടുകൊടുത്ത് അത് ഇടപെട്ട് അത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടവർ തറയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാവർക്കും ജില്ലാ കോൺഗ്രസിന്റെ അഭിവാദ്യം അർപ്പിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ദിലീപ് അധ്യക്ഷനായി. ഡോക്ടർ അഴ്സലൻ നിസാം, ലീലാമ തോമസ്, കെ വി കണ്ണൻ, ഇല്യാസ് പടിഞ്ഞിറക്കളം, വിജയകുമാർ, അഭിലാഷ്, വി സുദർശനൻ, റെജി കെ മാത്യു, അമ്പിളി മോഹൻദാസ്, MS അബ്ദുൾ ഖുദ്ദൂസ് എന്നിവർ സംസാരിച്ചു. നേപ്പാളിൽ വെച്ച് നടക്കുന്ന ഇൻഡോ നേപ്പാൾ ജൂനിയർ 7 എ സൈഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ദേശീയ ടീമിൽ കേരളത്തിൽ നിന്നും 9 പേർ മാറ്റുരയ്ക്കും. ജൂലൈ 4 മുതൽ 7 വരെ നേപ്പാളിലെ പൊക്കാറയിലെ രംഗസാല സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഇൻഡോ നേപ്പാൾ ജൂനിയർ 7 എ സൈഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിന് വേണ്ടി 9 പേർ കളത്തിലിറങ്ങും. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 5 പേരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 4 പേരുമാണ് കളത്തിലിറങ്ങുക എന്ന് 7 എ സൈഡ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S ശിവഷൺമുഖൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 4 മുതൽ 7 വരെ നേപ്പാളിലെ രംഗശാല ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് 7 എ സൈഡ് ഫുട്ബോളിൻ്റെ അന്താരാഷ്ട്ര മത്സരം ഫെഡറേഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്ന് 5 ആൺകുട്ടികൾക്കും 4 പെൺകുട്ടികൾക്കുമാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. ജൂനിയർ വിഭാഗത്തിലാണ് മത്സരങ്ങൾ. ഈ 5 പേര് സെലക്ഷൻ കിട്ടിയവരും കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളാണ്. ആ ജേതാക്കളായിട്ടുള്ള ടീമിൽ നിന്നാണ് ഈ 5 പേർക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് കേരളത്തിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് അവിടെ വിജയിച്ചത്. പക്ഷേ അതിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ കുട്ടികളാണ്, ആൺകുട്ടികൾ. അത് നമ്മൾ വടക്കാഞ്ചേരി പരിസരത്തുള്ള കുട്ടികളാണ്. കാരണം മുൻകാലങ്ങളിൽ നേരത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളൊക്കെ പങ്കെടുത്തുള്ള കുട്ടികളാണ്. പെൺകുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ കളിക്കാരാണ് 4 പേര്. ഈ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. നമുക്കറിയാം വടക്കാഞ്ചേരി കഴിഞ്ഞ തവണ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ അപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്.
ഇവിടുന്ന് കുറേ കുട്ടികൾ 2-3 വർഷക്കാലമായിട്ട് ഫുട്ബോൾ രംഗത്ത് വളരെ ശോഭിച്ചു വരുന്നു. ഇതപ്പോൾ ഇന്നലെ പിന്നെ സുബ്രത കപ്പും ട്രോഫി സ്കൂൾസിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ സ്കൂൾ ഇപ്പോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ അരനല്ലൂരിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഫുട്ബോളിനെ സംബന്ധിച്ച ഈ ഏരിയയിൽ അതും ഈ വിസാർഡ് അക്കാഡമി പറഞ്ഞൊരു അക്കാഡമിയാണ് ഇവിടെ ഈ ഫുട്ബോൾ കളിക്കാർക്ക് വേണ്ടി ഇവിടെ കുറേ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് പിള്ളേരുണ്ട്. ആൺകുട്ടികൾ 5 പേരും പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് പെൺകുട്ടികൾ. CB ആദിത്യദാസ്, അതിൻ സന്തോഷ്, VB വിഷ്ണു, PV അദ്വൈത് കൃഷ്ണ, ആൽഡ്രിൻ ജോബി എന്നിവരാണ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മാറ്റിവെക്കുക. CS നക്ഷത്ര, നിരഞ്ജന, നിയ സുരേഷ്, KS അനാമിക എന്നിവരാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പെൺകുട്ടികൾ. മത്സരത്തിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ തിങ്കളാഴ്ച യാത്ര തിരിക്കും. കേരള താരങ്ങൾക്കൊപ്പം മധ്യപ്രദേശ്, ആസാം, മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി കളത്തിലിറങ്ങുക. ഭോപ്പാലിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ദേശീയ താരങ്ങളെ തെരഞ്ഞെടുത്തത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു വർഗീസ്, PH നിഷാദ്, G സന്തോഷ്, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും ക്ഷേമനിധി ബിൽ പരിഗണിക്കാത്തതിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം സെയ്ദു ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KMA ഗഫൂർ അധ്യക്ഷനായി. അനിൽ, സുദിത്യദാസ്, സ്വാമിനാഥൻ ചിറ്റൂർ, സുകുമാരൻ കൊഴിഞ്ഞാമ്പാറ, സജിത്ത് കൊല്ലങ്കോട്, ഷബി പട്ടാമ്പി, സുദേവൻ ആലത്തൂർ, സുലൈമാൻ പാലക്കാട് എന്നിവർ സംസാരിച്ചു. അടുത്ത ഒരു സമരമുറിയിലേക്ക് സംസ്ഥാന നേതൃത്വം പറയുന്നതനുസരിച്ച് നമ്മൾക്ക് പോകുവാനും നമ്മളുടെ പ്രവർത്തകർക്ക് ഈ ക്ഷേമനിധിയെക്കുറിച്ച് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആ കുടുംബങ്ങൾക്കും കിട്ടുന്ന ആ കരുതൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രാതിനിധ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ജില്ലാ നേതൃത്വം തരുന്ന ഗൈഡൻസ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് ഈ പ്രവർത്തനത്തിന് പിന്തുണ അർപ്പിക്കണം. അതുകൊണ്ടുള്ള ഗുണം ഓരോ മെമ്പർമാർക്കും കിട്ടുന്ന ഇതാണ്. അത് സംഘടനയ്ക്കല്ല, സംഘടനയുടെ മെമ്പർമാർക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു ക്ഷേമനിധി. ഇതുവരെ നമ്മൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിലാണ് നമ്മൾ ഉൾപ്പെട്ടത്. ചിറ്റൂർ കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A സുജാത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി മുരളി, K വിജയൻ, K ചിന്നസ്വാമി, ML ജോ മാർട്ടിൻ, S സുലൈമാൻ, M മുനിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വിദ്യാലയത്തിന്റെ പരിമിതി എന്ന് വെച്ചാൽ കേവലം വിദ്യാലയത്തിന്റെ പരിമിതിയല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സാമൂഹിക അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വടകരപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട കർഷക തൊഴിലാളികളും കർഷകരും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന രക്ഷിതാക്കളും ഒക്കെ കൂടുതലായിരുന്ന ഒരു പ്രദേശത്തിനകത്ത് അങ്ങനെ സാമ്പത്തികമായ സാമൂഹികമായ പിന്നോക്കാവസ്ഥയുണ്ട് എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സഹായിക്കാൻ, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മക്കളെ ഏറ്റവും ശ്രദ്ധയോടുകൂടെ കൈപിടിച്ചുയർത്താൻ ഒക്കെ ശ്രമിക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്ലാച്ചിമടയിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇരകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ ഇടപെടുമെന്നും K കൃഷ്ണൻകുട്ടി. പുതിയ തലമുറകളെ കൂടി കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് PP സുമോദ് MLA. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഏകോപിപ്പിക്കണമെന്നും PP സുമോദ്. കാറിൽ കടത്തിയ കഞ്ചാവും MDMAയും പിടികൂടിയ സംഭവം. പ്രതികൾ റിമാൻഡിൽ. 2 കിലോ കഞ്ചാവും 110 ഗ്രാം MDMAയുമാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. മഴയ്ക്ക് ശമനമില്ല. ബാങ്കൽ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 5 ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധങ്ങളുടെ ദിനം. ടോൾ പിരിവിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കരാർ കമ്പനി. DYFI, കേരള കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഞായറാഴ്ച CPI BJP പ്രതിഷേധം, CPIM പ്രതിഷേധം തിങ്കളാഴ്ച. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.